യെസ്, CUT UG എക്സാമിൻ്റെ ഡ്രസ് കോഡ് എന്താണ് എന്നതാണ് വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നാവുന്നൊരു ഡൗട്ട്. സോ ഡ്രസ് കോഡിനെ കുറിച്ചും നിങ്ങൾ അവിടെ കൊണ്ടുപോകേണ്ട ഐറ്റംസിനെ കുറിച്ചും പറയുന്നൊരു വീഡിയോ ആണിത്. സോ നിങ്ങൾ CUT UG എൻട്രൻസ് എക്സാമിന് പോകുമ്പം ഫസ്റ്റ് നടക്കുന്ന പരീക്ഷകളെല്ലാം പെൻ പേപ്പർ മോഡ് പരീക്ഷകളാണ്. അപ്പം എന്തായാലും അവിടെ ഫ്രിസ്കിങ്ങും ചെക്കിങ്ങും ഒക്കെ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് നേരത്തെ തന്നെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ അവർ പ്രത്യേകം സൈറ്റിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു റിപ്പോർട്ട് ദ എക്സാമിനേഷൻ സെൻറ്റർ വെൽ ഇൻ ടൈം, ദാറ്റ് ഈസ് 1.5 hours ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ എക്സാം. അപ്പോൾ നിങ്ങൾക്കൊരു ഗേറ്റ് എൻട്രി ടൈം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എക്സാം എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനൊരു 1.5 മണിക്കൂർ മുമ്പെങ്കിലും ഹാളിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സെൻറ്ററിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. കാരണം ട്രാഫിക് ഇഷ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരിക്കലും NDA നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, അത് ട്രാഫിക് ഇഷ്യൂ ആയതുകൊണ്ടാണ് ലേറ്റ് ആയെന്നുള്ള കാര്യങ്ങളൊന്നും അവരവിടെ കേൾക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യം ഏകദേശം ഒരു റിപ്പോർട്ടിംഗ് ടൈമിന്, അതായത് നമുക്ക് എക്സാം കമൻസ്മെൻറ്റ് ചെയ്യുന്നത്, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1.5 മണിക്കൂർ മുമ്പെങ്കിലും മാക്സിമം എത്തിച്ചേരാൻ ശ്രമിച്ചേ മതിയാകൂ. അതാണ് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്. പിന്നെ കയ്യിൽ, അതായത് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അവിടെ ഇൻവിജിലേറ്റേഴ്സ് ചെക്ക് ചെയ്യുന്ന എന്തൊക്കെയാണ് എന്ന് ചോദിക്കും. അതിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങളുടെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡിൽ ഡ്യൂലി സെൽഫ് ഡിക്ലറേഷനൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് കയ്യിലുണ്ടായിരിക്കണം. കൂടെ ഒരു അഡീഷണൽ ഫോട്ടോഗ്രാഫ്, നിങ്ങൾ എന്താണോ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്ത ഫോട്ടോഗ്രാഫ്, ആ സെയിം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതും നിങ്ങൾ കയ്യിൽ കരുതണം. ഒരെണ്ണം മതിയാകും അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയാണ്. മറ്റൊന്ന് നിങ്ങളുടെ ID കാർഡാണ്. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ID കാർഡ്, ആധാർ പോലെയുള്ള ID കാർഡ്സ് ഉണ്ടെങ്കിൽ ആ ID കാർഡ്സും നിങ്ങൾ കയ്യിൽ കരുതണം. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങളാണ് അവിടെ ഇൻവിജിലേറ്റേഴ്സ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. മറ്റൊരു കാര്യം, കസ്റ്റമറി ഡ്രസ്സുകൾ ഓപ്റ്റ് ചെയ്തവരാണെങ്കിൽ നേരത്തെ തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക. ഒരു ഫെയ്ത്തിൻ്റെ ഇതിൽ വെച്ചിട്ട് നിങ്ങൾ കസ്റ്റമറി ഡ്രസ്സസ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 hours, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും എന്ത് ചെയ്യാൻ ശ്രമിക്കുക, റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. സോ അത് പ്രോപ്പറായിട്ട് നോക്കണം. പിന്നെ ആണ് പറയുന്നത് ബാർഡ് ഐറ്റംസ്, അതായത് എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടത് നമ്മുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ശരിക്കും. അതായത് എനി ഐറ്റം ലൈക്ക് ടെക്സ്റ്റൽ മെറ്റീരിയൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പാർട്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ബിറ്റ് പേപ്പറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവരെന്തായാലും എടുത്ത് അതൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ ജോമെട്രിക് അല്ലെങ്കിൽ പെൻസിൽ ബോക്സ് എടുക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് പൗച്ച് എടുക്കാൻ പാടില്ല, കാൽക്കുലേറ്റർ എടുക്കാൻ പാടില്ല, പെൻ എടുക്കാൻ പാടില്ല. മീൻസ് അതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് തരും. സ്കെയില്, റൈറ്റിംഗ് പാഡ്, പെൻ ഡ്രൈവ്സ്, ഇറൈസർ, ലോക്ക് ടേബിൾ, ഇലക്ട്രോണിക് പെൻ സ്കാനർ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ കൺസിഡർ എക്സാം ഹാളിലേക്ക് കൊണ്ടുവരുത്. വാച്ച് കൊണ്ടുപോകരുത്, അതിനുള്ള ക്ലോക്ക് അവിടെ ഉണ്ടായിരിക്കും. എക്സാം ഹാളിലേക്ക് വാച്ചും കൊണ്ട് പോകരുത്. പിന്നെ പറയുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, മൊബൈൽ പോലുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും വേണ്ടി അകത്ത് കയറ്റണം. അങ്ങനത്തെ കാര്യം അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഫുഡ് ഐറ്റംസ്, എനി ഫുഡ് ഐറ്റംസ്, ഓപ്പൺ ഡോർ പാക്ഡ് വാട്ടർ ബോട്ടിൽസ് എക്സെട്ര, ഇതൊന്നും അകത്ത് എൻ്റർ ചെയ്യാൻ സമ്മതിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം കസ്റ്റമറി ഡ്രസ്സുള്ളവർ മാത്രം നേരത്തെ എത്തിച്ചേരാൻ ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊന്നും അകത്തേക്ക് പ്രവേശിപ്പിക്കത്തില്ല. ഇനിയാണ് ഡ്രസ് കോഡിലേക്ക് വരുന്നത്. സോ NDA ഈ ഓഫ്ലൈൻ എക്സാമും കൂടെ ഉള്ളത് കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, കസ്റ്റമറി ഡ്രസ് കോഡുള്ളവർ നേരത്തെ തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് ലൈറ്റ് ക്ലോത്ത്സ് വിത്ത് ലോങ് സ്ലീവ്സ് ആർ നോട്ട് പെർമിറ്റ്. ലോങ് സ്ലീവ്സ് ഉള്ള ഡ്രസ്സുകൾ ഇടാൻ പാടില്ല. ലോങ് സ്ലീവ്സ് വരുന്ന ഫുൾ കൈ പോലത്തെ ഡ്രസ്സുകൾ അനുവദിക്കത്തില്ല. നിങ്ങൾ സാധാരണ ടീഷർട്ട്സ് അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ നോർമൽ ഡ്രസ്സുകൾ, നിങ്ങൾ നീറ്റിനൊക്കെ പോയവരാണെങ്കിൽ അറിയാം, അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ മാത്രം ഇടാൻ ശ്രമിക്കുക. ലോങ് സ്ലീവ്സ് ഒഴിവാക്കുക എന്നാണ് ശരിക്കും സ്പെസിഫിക് ആയിട്ട് അവർ പറയുന്നത്. കൾച്ചറൽ കസ്റ്റമറി ഡ്രസ്സ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ എത്തിച്ചേരണമെന്നും പ്രോസ്പെക്ട്സിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതും ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, ഷൂസ് പെർമിറ്റഡ് അല്ല, ഷൂസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയുമാണ്. വലിയ ഒരുപാട് ഇത് ബാർ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഇത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു നോർമൽ ടീഷർട്ടോ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സ്, ഫുൾ കൈ ഒഴിവാക്കുന്ന ടൈപ്പ് ഡ്രസ്സ്, റൗണ്ട് നെക്ക് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഷൂസ് ഒഴിവാക്കുക. പിന്നെ ജീൻസ് ഒഴിവാക്കുക. ജീൻസ് നോർമൽ പാൻസ് ഇട്ടിട്ട് പോവുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അവിടുത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ മെറ്റലുകൾ വരുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് നോർമലായിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം അവർ പ്രോപ്പർലി ഇത്രയും കാര്യങ്ങൾ വെബ്സൈറ്റിൽ പറയുന്നുള്ളൂ. എന്താണ് ലോങ് സ്ലീവ്സ് പെർമിറ്റഡ് അല്ല എന്നുള്ളതും ഷൂസ് പെർമിറ്റഡ് അല്ല എന്നുള്ളതാണ് മെയിൻലി പറയുന്നത്. എന്നാലും നിങ്ങളൊരു നീറ്റ് പാറ്റേണിൽ തന്നെ ഒരു നോർമൽ ഡ്രസ്സസ് ഇട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ സ്ലിപ്പേഴ്സും സാൻഡൽസും പെർമിറ്റഡ് ആണ് വിത്ത് ലോ ഹീൽസ്. ചെറിയ ഹീലുള്ള സ്ലിപ്പറും സാൻഡൽസും ആണെങ്കിൽ സാധാരണ നമ്മുടെ ചെരുപ്പുകളൊക്കെ പെർമിറ്റഡ് ആണ്. പക്ഷേ ഷൂസ് പെർമിറ്റഡ് അല്ല എന്നൊരു പ്രത്യേകം പറയുന്നുണ്ട്. അതും ശ്രദ്ധിക്കണം. പിന്നെ ഈ റൂളുകളെല്ലാം ഫോളോ ചെയ്ത് വേണം പരീക്ഷാ ഹാളിൽ കയറാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ 15-16 പരീക്ഷയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ 3-4 പരീക്ഷകൾ അല്ലെങ്കിൽ 3 പരീക്ഷകളൊക്കെ ഒരു ദിവസം കാണും.
അപ്പം അത് അഡ്മിറ്റ് കാർഡ് നോക്കി കറക്റ്റ് ടെസ്റ്റ് സെൻറ്റർ ചൂസ് ചെയ്ത് കറക്റ്റ് അവിടെ റിപ്പോർട്ട് ചെയ്യണം. നേരത്തെ തന്നെ അവിടെ തന്നെ പരീക്ഷകൾ എഴുതി ആ പരീക്ഷകളുടെ മുമ്പ് തന്നെ ഓരോ റോൾ നമ്പറുകൾ കണ്ടുപിടിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച്.